അങ്ങ് മുമ്പ് പറഞ്ഞ ബംഗാളിൽ പാർട്ടി ഘടകങ്ങളെല്ലാം ക്രിമിനലുകൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇവിടെയും ആയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതത്ര രൂക്ഷമായി വന്നിട്ടില്ല. പക്ഷേ ദ ഹോൾ പോയിന്റ് ഈസ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. എൻ്റെ തന്നെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് യൂണിവേഴ്സിറ്റിയിലുള്ളത് ഭാഷയും സ്വരവും ഒക്കെ പിന്നെ വളരെ എളുപ്പം ഒരു അധിക്ഷേപത്തിൻ്റെ രീതിയിലോട്ട് സ്വിച്ചിട്ടതുപോലെ പോകുന്നുണ്ട്. നിരവധി അനുഭവങ്ങളുണ്ട്. SFIയുടെ പഴയ പ്രസിഡൻ്റായിരുന്ന ആൾ പിന്നെ സെക്രട്ടേറിയറ്റിൽ വന്ന് ഞാനുമായിട്ട് വലിയൊരു സീൻ അവിടെ ഉണ്ടാക്കി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ അധികാരമുണ്ട്, രാഷ്ട്രീയമായിട്ട് അധികാരമുണ്ട്. അതുകൊണ്ട് ആരുടെ പേരും മെക്കിട്ട് കയറാം. യൂണിവേഴ്സിറ്റിയിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഫീ വർധനയുമായിട്ട് സംബന്ധിച്ച് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സമരങ്ങൾ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കരിങ്കൊടി കാണിച്ച ഇഷ്യൂ വലിയ ഇതായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണകൂടത്തിന് നേരെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ട് ഇടപെടുക, വധശ്രമത്തിന് കേസുണ്ടാകുക. അത് വധശ്രമമാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു 4 വധശ്രമത്തിന് കേസ് കൊടുക്കണം. എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വരെ വന്നു. പോലീസ് വളരെ പണിപ്പെട്ടാണ് മതിലിൽ വലിഞ്ഞു കയറുന്നവരെ പോലും ഒഴിവാക്കി അന്ന് രാത്രി വിട്ടത്. അപ്പോൾ നമ്മുടെ ആ അനുഭവങ്ങൾ, അതായത് ബേസിക്കലി യു ക്യാൻ ഡയറക്റ്റ് റോ പവർ, തെരുവിൽ കാണാം എന്നുള്ള ഒരു ശക്തി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം മറക്കരുത്. ഞാൻ തൊടുപുഴ ടൗണിൽ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ആ വണ്ടിയെ വന്ന് ഇടിക്കുന്നു. ഒരു വണ്ടി കൊണ്ട് എൻ്റെ വണ്ടി ഇടിച്ച് ഒതുക്കിയിട്ട് എൻ്റെ വണ്ടി തുറന്നിട്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് റോഡിലിട്ട്. അപ്പം ഞാൻ വണ്ടിയുടെ വെളിയിലേക്ക് എന്നെ വലിച്ചിറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എനിക്ക് വണ്ടിയുടെ വെളിയിലേക്ക് ഇറങ്ങാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന കാരണം വെളിയിൽ കൊണ്ടുപോകുന്നില്ല. 2 വശത്തും കയറി എന്നെ ഇടിച്ചിട്ട് എൻ്റെ മൂക്കിൽക്കൂടെയും വായിക്കൂടെയും ചോര ഒലിക്കുന്നു. എന്നിട്ട് ഒരു വിധത്തിലാണ് അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ച്. ഓർക്കണം, CPM ഗൂൺസാണ്. ഉപദ്രവിച്ച് ഞാൻ ആശുപത്രിയിലായിരുന്നു 4-5 ദിവസം. ഇവരെ കൊണ്ടുപോയി പോലീസ് പിടിച്ചു, മരുമ പിടിച്ചു. പക്ഷേ വധശ്രമം ഉൾപ്പെടുത്തിയില്ല. തെരുവിൽ കിടന്ന് അടി വെച്ചു എന്നാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലഘുവായ വകുപ്പുകളാണ് അത്. ആലോചിച്ച് നോക്കിയേ, അവർക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടിപ്പോയി. അവിടെയാണ് മുമ്പ് സൂചിപ്പിച്ച ഈ കണ്ണൂരിലെ കരിങ്കൊടി വധശ്രമമായി മാറുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഞാനിതിൻ്റെ ലിറ്ററേച്ചർ എടുത്ത് വായിച്ചപ്പോൾ ഈ നമ്മുടെ ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഒരുപാട് അതോറിറ്റേറിയൻ റിജീംസ് ഉണ്ടല്ലോ. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, ഇവരൊക്കെ പുരോഗമന ഓപ്പൺ കൺട്രീസാണെന്ന് പറയുന്നെങ്കിൽ അവിടെയൊക്കെ പ്രാക്ടിക്കലി അവരുടെ പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ അതോറിറ്റേറിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ഡെപ്തിൽ പഠിച്ച ആൾക്കാർ പറയുന്നത് ചൈനയിലും അതെ, സെലക്റ്റീവ് യൂസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ഈ അതോറിറ്റേറിയനിസത്തിൻ്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് കറപ്ഷന് ചൈനയിൽ ആൾക്കാരെ ശിക്ഷിക്കും, പക്ഷേ ഭരണകൂടത്തിനോട് അടുത്ത ആൾക്കാരെ സംരക്ഷിക്കും. ഭരണകൂടത്തിന് വെളിയിലോട്ട് ഓർബിറ്റിന് വെളിയിൽ പോകുന്നവനെ കറപ്ഷൻ കേസിൽ പിടിച്ച് അവിടെ പിന്നെ വധശിക്ഷയൊക്കെ ഉണ്ട്, കറപ്ഷന് തട്ടും. ഈ ഒരു പരിപാടി, സെലക്റ്റീവ് യൂസ് ഓഫ് റൂൾ ഓഫ് ലോ ഒരു അതോറിറ്റേറിയൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് നമ്മൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും.